ദീർഘക്ഷമ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ക്ഷമയോടുകൂടി ദൈവത്തോടുകൂടെ നടന്ന് വിജയിയായ ഒരു പിതാവാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ നോഹ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവനൊരു പെട്ടകം പണിയുകയും ഒരു സമൂഹത്തെ മുഴുവനായി രക്ഷിക്കുന്നതായിട്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അക്ഷമരാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മനസ്സുപോലെ എല്ലാവരും പ്രവർത്തിക്കണമെന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ അങ്ങ് കോപമുള്ളവരാക്കുന്നുണ്ട്. ജീവിതത്തിൽ വിജയം കണ്ടെത്തണമെങ്കിൽ ക്ഷമ കൂടിയേ തീരൂ. ഇന്ത്യയിലെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ആദ്യകാലത്തെ ഒരു ചിത്രമാണല്ലോ തുമ്പയിൽ ഒരു സൈക്കിളിൻ്റെ പിന്നിൽ ഒരു ചെറിയ റോക്കറ്റുമായി പോകുന്നത്. തൻ്റെ ആദ്യത്തെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുമ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ദരിദ്ര രാഷ്ട്രത്തിന് ഇതുപോലെ ഉള്ള ഒരു ധൂർത്ത്? എന്നാൽ തൻ്റെ പരാജയങ്ങളെ വിജയത്തിൻ്റെ പടികളാക്കി തീർക്കുന്ന കലാമിനെയാണ് പിന്നീട് കാണുന്നത്. ക്ഷമയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുകൊണ്ട് പരാജയമെന്നുള്ള വാക്കിന് അദ്ദേഹം പുതിയ ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. ഫെയിൽ എന്നത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം നോക്കുമ്പോൾ വിജയികളായവരെല്ലാം ക്ഷമയോടുകൂടി ജീവിതത്തെ നോക്കിക്കണ്ടവരാണ് എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതവും ക്ഷമ കൊണ്ട് മാത്രമേ വിജയം നേരിടുവാൻ സാധിക്കത്തുള്ളൂ. മലയാളത്തിൽ പറയാറുള്ളൊരു ചൊല്ലാണ് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്ന്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ കിട്ടാത്ത മുന്തിരിങ്ങ പോലെ ആകുന്നത് ക്ഷമയോടുകൂടി പരിശ്രമിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് മറന്നു പോകരുത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ഒരു വീടിന് ചുറ്റും കുഴി കുഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം ലഭിക്കത്തില്ല, മറിച്ച് നിങ്ങൾ കുഴിക്കുന്നിടം ആഴത്തിൽ കുഴിക്കുക, ക്ഷമയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞ് വീണ്ടും ക്ഷമിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കൂ എന്നുള്ളത് മറന്നു പോകരുത്. അപ്പം നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയമാകുവാനുള്ള കാരണം നമ്മൾ ദീർഘക്ഷമയോടുകൂടി പരിശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീയോ കർത്താവേ കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ തന്നെ. അപ്പം ദൈവത്തിൻ്റെ ഒരു ഭാവം തന്നെയാണ് ക്ഷമയെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലായിത്തീരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ചാണല്ലോ രാഹുൽ ദ്രാവിഡും VVS ലക്ഷ്മണനും കൂടി ഓസ്ട്രേലിയക്കെതിരെ പൊരുതി നേടിയ വിജയം. രണ്ടുപേരും ഒരു ദിവസം മുഴുവൻ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പരാജയത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഇന്ത്യ അവിടെ വിജയം നേടുന്നത്. ഒരിക്കൽ VVS ലക്ഷ്മണനോട് പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ ഒരു ദിവസം മുഴുവൻ ബാറ്റ് ചെയ്ത് നിങ്ങൾ വിജയം നേടിയത്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്, ഓരോ പന്തും ക്ഷമയോടെ നേരിടുന്നു. ഞങ്ങളുടെ മനസ്സിൽ ആ നിമിഷങ്ങളിൽ വിജയമോ വലിയ സ്കോറോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത പന്ത് എങ്ങനെ നേരിടാം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളൊക്കെ എതിർ ബൗളർമാർ പ്രയോഗിക്കുമ്പോഴും ക്ഷമയോടുകൂടി അടുത്ത പന്തിനു വേണ്ടി അവർ കാത്തിരുന്നു, വിജയികളായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ക്ഷമയോടുകൂടി ജീവിതത്തിൽ കാണുന്നുവെങ്കിൽ മാത്രമേ വിജയമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ക്ഷമയാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം. നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷേ നിരന്തരമായ പരിശ്രമവും ക്ഷമയും വേണമെന്നുള്ളത് മറന്നു പോകരുത്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.